CNG ആയതുകൊണ്ട് ഒരു 6.5 മൈലേജ് കിട്ടുന്നുണ്ട്. ഇതിപ്പോ ഒരു ഡീസലാണെങ്കിൽ ഒരു 5 മൈലേജ് കിട്ടും. 6.5 മൈലേജ് എന്ന് പറഞ്ഞാൽ 1 കിലോമല്ല. 1 കിലോന് ഓടിക്കുന്ന കാര്യത്തിൽ വെച്ചാല് പിന്നെ ഡീസൽ വണ്ടി അപേക്ഷിച്ച് കുറച്ചും കൂടെ സ്മൂത്താണ് വണ്ടി. അഭിപ്രായം പറയാൻ എനിക്കില്ല, എങ്കിലും മൊത്തം വണ്ടിയെ പറ്റി ഒരു നല്ലൊരു അഭിപ്രായം ഇപ്പോൾ കാണുന്നു. ഹലോ ഹായ്, എല്ലാവർക്കും നമസ്കാരം ഉണ്ടേ. അപ്പോൾ നമ്മുടെ സ്വന്തം ഇരിട്ടിയിലാണേ ഉള്ളത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിനേനു, അതായത് സോളാറിൽ പ്രവർത്തിക്കുന്ന ബസ് എന്ന് പറഞ്ഞിട്ട്. സോളാറിൽ മീൻസ് ബാറ്ററിയും കാര്യങ്ങളും ലൈറ്റുകളും കാര്യങ്ങളും മൊത്തം സോളാറിൽ പ്രവർത്തിക്കുന്ന ബസ്സിൻ്റെ ഒരു വീഡിയോ ചെയ്തിനു. അതിലും നേരെ വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാട്ടോ ഇന്ന് വന്നിട്ടില്ലേ. നമ്മൾ CNGയിലോടുന്ന ഓട്ടോറിക്ഷ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചെറിയ ചെറിയ വണ്ടികൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ നിങ്ങൾ CNGയിലോടുന്ന ബസ് കണ്ടിട്ടുണ്ടോ? എങ്കിൽ അങ്ങനെ ഒരു ബസ്സും നമ്മുടെ ഇരട്ടിയിലുണ്ട് കേട്ടാ. വേറെ ഏതുമല്ല, ഇതാ നമ്മളെ അടുത്ത് തന്നെ ഉണ്ട്. അപ്പോൾ ഈ ബസ്സിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അപ്പോൾ നമ്മളെ സുഹൃത്തുകൂടിയായിട്ടുള്ള മഹേഷാണ് കേട്ടോ ഇതിൻ്റെ കണ്ടക്ടർ, ഇതിൻ്റെ മോലാളിക്കം കണ്ടക്ടർ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കാര്യങ്ങളും വിശേഷങ്ങളും മൈലേജുകളെ കുറിച്ചിട്ടെല്ലാം നമുക്കൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം. കേപ്പാ. അപ്പോൾ മഹേഷേട്ടാ, പിന്നെ എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്? അതായത് ഗ്യാസ് ഒരു ദിവസം എത്ര ഗ്യാസ് നിറയ്ക്കുന്നുണ്ട്, എത്ര മൈലേജ് ഉണ്ട്, ഇതിൻ്റെ മൈലേജും കാര്യങ്ങളും എങ്ങനെയാണെന്ന് ഒന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ നമ്മളെ ബസ് എന്ന് വെച്ചാൽ നമ്മൾ ലോക്കൽ റൂട്ട് ഓടുന്നതാണ്. അപ്പോൾ മുമ്പത്തേക്ക് ശരി മുഴക്കുന്ന അമ്പലം ആ വഴി വെച്ചിട്ട് ഉള്ളിയിൽ മട്ടന്നൂർ മുളക്കോഴി വഴി മട്ടന്നൂരേക്ക് പോയിട്ട് അങ്ങോട്ട് പോകുന്നില്ല. കയറ്റ വർക്കുകളിൽ കൂടുതൽ CNG ആയതുകൊണ്ട് ഒരു 6.5 മൈലേജ് കിട്ടുന്നുണ്ട്. ഇതിപ്പോൾ ഒരു ഡീസലാണെങ്കിൽ ഒരു 5 മൈലേജ് കിട്ടും. 6.5 മൈലേജ് എന്ന് പറഞ്ഞാൽ 1 കിലോമല്ല, 1 കിലോ ഗ്യാസിൽ 1 കിലോന് 6.5 ഇപ്പം കിട്ടുന്നുണ്ട്. 6.5 കിലോമീറ്റർ. അതാണെങ്കിൽ ഇപ്പോൾ ഡീസലാണെങ്കിൽ ഒരു 4.75 കിട്ടുള്ളൂ, അത്രേ കിട്ടും. അപ്പോൾ അതിൻ്റെ ഒരു മെച്ചമുണ്ട് ഇത്. പിന്നെ വെച്ചാൽ ഇത് പുകയില്ല, പൊല്യൂഷൻ ഇല്ല അല്ലേ, പ്രശ്നമില്ല. പിന്നെ ആഡ് ബ്ലൂ എന്ന് വേണ്ട, വേണ്ട. പിന്നെ വണ്ടിക്ക് ശബ്ദമില്ല. ഇതൊക്കെയാണ് ഞാൻ മെച്ചമായിട്ട് കണ്ടത്. അപ്പൊ നിങ്ങൾ ഇതിനകത്തേക്ക് വരാനുള്ള കാരണം എന്നാ? ഇത് വരാനുള്ള കാരണം എന്ന് വെച്ചാൽ ഞാനൊരു പുതിയൊരു പെർമിറ്റ് ആക്കണം തോന്നി. അപ്പൊ എനിക്ക് തോന്നിച്ചാല് ഇതൊരു CNG ബസ്സായി കഴിഞ്ഞാൽ നമുക്ക് ഡീസലിനോട് ഒരു ദിവസം 1000 രൂപ മാറ്റം കിട്ടും. CNG ആയി കഴിഞ്ഞാൽ ആ 1000 പിന്നെ ഞാൻ തന്നെ ജോലി എടുക്കുമ്പോൾ മാറ്റം ഉണ്ടാവും. ഒരു പുതിയ പെർമിറ്റ് ആണല്ലോ, അങ്ങനെയാണ് അതിൻ്റെ അകത്ത് ഇറങ്ങിയത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതാക്കിയ കാരണം. അപ്പോൾ ഇവിടെ ഇപ്പോൾ എല്ലാ സ്ഥലത്തും CNG വന്നു കഴിഞ്ഞാൽ കൂടുതൽ ബസ്സുകൾ ഇറങ്ങാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. ഡെയിലി സിലിണ്ടർ നിറയ്ക്കില്ല? ഡെയിലി മട്ടന്നൂരിൽ നിറയ്ക്കും. പിന്നെ ഇരട്ടിയിൽ വരുന്നുണ്ട്, വന്നില്ല. ഇരട്ടിക്ക് ഇപ്പൊ ഇല്ല, ഉദ്ഘാടനം കഴിഞ്ഞില്ല. മട്ടന്നൂരിനാണ് ഇപ്പൊ അടിക്കുന്നത്. മട്ടന്നൂർ അടിക്കുമ്പോൾ നമുക്കിപ്പോ പിന്നെ ഒരു 35, 36, 37 ലിറ്ററായിട്ട് കിലോയായിട്ട് അടിക്കുന്നുണ്ട്. ഫില്ല് ചെയ്യാം. സാധാരണ ഡീസൽ അടിക്കുമ്പോൾ തന്നെ അതിന്റെ അകത്ത് നമ്മൾ പെട്രോൾ ഡീസൽ അടിക്കുമ്പോൾ തന്നെ സാധാരണ ഫില്ല് ചെയ്യാം. അപ്പോ വണ്ടി ഓട്ടുന്നതിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ? നമുക്ക് ഡ്രൈവറോട് തന്നെ ചോദിച്ചു നോക്കാം കേട്ടാ. ചേട്ടാ, ഈ ബസ്സിനെ ആദ്യമായിട്ട് കാണുന്നത് കേട്ടാ ഗ്യാസിന്റെ, അതുകൊണ്ടാണ് നിങ്ങൾ എടുത്ത് വരാൻ കാരണം. കാരണം വെച്ചാൽ നമ്മള് CNGന്റെ ഓട്ടോറിക്ഷ അതുപോലെ ചെറിയ ചെറിയ വണ്ടികളെ കണ്ടിട്ടുള്ളൂ. ബസ് ആദ്യമായിട്ട് കാണുന്ന, അതുകൊണ്ട് മാത്രം നിങ്ങളാ കാണാൻ വേണ്ടി വന്നേ, എന്തും മാറ്റം ഉണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ ഗ്യാസിന്റെ ഗേജ് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. നമ്മുടെ ഡീസലിന്റെ ഒക്കെ ഗേജ് വർക്ക് ചെയ്യുമ്പോൾ തന്നെ കൃത്യമായിട്ട് ഇവിടെ ഗേജ് കാണും. ഇതിപ്പോൾ ഹാഫ് ടാങ്കിന് മേലെ ഉണ്ട്, ഇത് ഫുള്ളായി ഇത് ഗ്യാസിന്റെ കറക്റ്റ് അളവാണ്. പിന്നെ ബാക്കി സാധനം എല്ലാ വണ്ടികളും ഇന്നത്തെ അടിച്ചാ ഇന്നത്തെ ഞങ്ങൾ 1 പ്രാവശ്യം അടിച്ചു. ഇനി ട്രിപ്പ് പോയിട്ടാകുമ്പോൾ 2ാമത്തെ ട്രിപ്പ് അടിക്കും. 2 പ്രാവശ്യം അടിക്കണം. 2 പ്രാവശ്യം. അപ്പൊ മട്ടന്നൂർ പോകുന്നുണ്ട്, ആടുന്ന് അടിക്കും അല്ലേ? മറ്റൊരു പമ്പ് സൗകര്യം ഉള്ളതുകൊണ്ട് നമ്മൾ 2 പ്രാവശ്യം അടിക്കും. ഇല്ലെങ്കിൽ ഒരു ദിവസം ഒന്ന് അടിച്ചാൽ മതി. പിന്നെ മറ്റു വണ്ടികളെ അപേക്ഷിച്ച് ഈ വണ്ടികൾ വേറൊരു പ്രത്യേകത ഞാൻ കാണുന്നത്, നമ്മൾ കേട്ട വലിയോട്ട് നിന്ന് കഴിഞ്ഞിട്ട് ഗിയർ മാറ്റി മൂവ് ആക്കണമെങ്കിൽ ലേശം ഒരു റിസ്ക്കാണ്. അതിനൊക്കെ നല്ല ഗിയർ ബുദ്ധിമുട്ടുകളും പിന്നെ ചേഞ്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി ഈസിയായി കീർക്കും. ഇത് ഈ വണ്ടി പ്രത്യേകിച്ചാൽ നമ്മൾ എല്ലാ വണ്ടികളും ഓടുമ്പോൾ പിന്നെ ലെവൽ റോഡല്ല, പിന്നെ കുത്തായ കയറ്റങ്ങളും ഇറക്കങ്ങളും പിന്നെ റോഡ് ടാറിങ് പേരിന് മാത്രമേ ഉള്ളൂ. എല്ലാം കുണ്ടും കുഴിയാണ്. പിന്നെ അടുപ്പിച്ചടുപ്പി സ്റ്റോപ്പായിരിക്കും. ഒരു ഗിയർ മാറി അടുത്ത ഗിയർ സ്റ്റോപ്പ് ചെയ്ത്, കാരണം വില്ലേജ് മറ്റൊരു ഏരിയ കൂടിയാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത ഈ വണ്ടിക്കുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ വണ്ടി വളരെ സൂട്ടബിൾ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. മാഷേട്ടാ, ഇതിന്റെ ചെയ്സും കാര്യങ്ങളും സീറ്റെല്ലാം എങ്ങനെയാ വരുന്നത് വണ്ടിന്റെ? ഇത് 400 ടാറ്റയുടെ 410 മോഡല്. 410 മോഡല്. പിന്നെ 23 സീറ്റ് വണ്ടി. 23 സീറ്റ് വണ്ടി അല്ലേ? പിന്നെ പക്ഷേങ്കിൽ ഇത് 28 സീറ്റിന്റെ വലിപ്പം ഉണ്ട്. വലിപ്പമുണ്ട്, നല്ല വലിപ്പമുണ്ട്. സാധാരണ നമ്മുടെ മറ്റേ ബസ്സിനെക്കാണെങ്കിൽ അതേ വലിപ്പം തന്നെ ഉണ്ട്. പിന്നെ അത്യാവശ്യം ഗ്രാമപ്രദേശത്തിൽ ഇങ്ങനത്തെ ഇപ്പൊ ഗ്രാമപ്രദേശങ്ങളിൽ ആള് കുറഞ്ഞു വരികയാണ് അല്ലേ? കൊറോണയ്ക്ക് ശേഷം ഗ്രാമപ്രദേശങ്ങളിൽ ആള് കുറഞ്ഞു വരുവാണ്. പുതിയ പെർമിറ്റ് ആക്കണമെങ്കിൽ ചെറിയ വണ്ടികളെ നടക്കുള്ളൂ. അപ്പോൾ നമുക്ക് 2 പേർക്ക് കൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം. ഇതിൽ കാണുന്നുള്ളൂ. അപ്പോൾ ഇനിയും ഇതുപോലത്തെ വണ്ടികൾ ഇറങ്ങും എന്നാണ് വിശ്വാസം അല്ലേ? കുറച്ചുകൂടി കഴിഞ്ഞാൽ ഇപ്പൊ പമ്പിന്റെ ഒരു വിഷമമുണ്ട്. മട്ടന്നൂർ മാത്രമേ ഉള്ളൂ അല്ലേ? പമ്പ് കൂടി വന്നു കഴിഞ്ഞാൽ വണ്ടികൾ ഇറങ്ങാൻ സാധ്യതയുണ്ട്. നമുക്കിപ്പം കുഴപ്പമൊന്നുമില്ല.
നിങ്ങൾ അങ്ങോട്ട് ഓടുന്ന വണ്ടിയാണല്ലോ അല്ലേ? നമ്മളങ്ങോട്ട് അങ്ങോട്ട് മട്ടന്നൂർ തന്നെയാണ് എല്ലാ ട്രിപ്പും. അങ്ങനെയുള്ളൊരു ടീം കൂടി വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ഉപകാരമായി. അപ്പോ മാഷേട്ടാ ഇതിന്റെ ബോഡി കെട്ടിയതും കാര്യങ്ങളും എല്ലാം എഴുതാ ചെയ്തത്? നമ്മൾ ചെയ്തത് പെരുന്തൽമണ്ണ പിന്നെ ഗ്രീൻഫീൽഡ് എന്ന് പറഞ്ഞില്ലേ? പെരിന്തൽമണ്ണ. പെരുന്തൽമണ്ണ മലപ്പുറം പെരിന്തൽമണ്ണ. വളാകുളത്ത് പെരുന്തൽമണ്ണയില് അവിടെ നിന്നായി ചെയ്ത്. കുഴപ്പമില്ലാത്ത ബോഡിയാണ്. അതൊക്കെ നല്ല വലുപ്പത്തിൽ നോക്കിയിട്ട് ഒരു ടൂറിസ്റ്റ് വണ്ടിന്റെ മോഡലുണ്ട്. ആ രീതിയിൽ അവർ നോക്കി ചെയ്തതാണ് അവര്. അതുകൊണ്ട് ആൾക്കാർക്കും നല്ല സ്റ്റാൻഡിങ് നിൽക്കാനുള്ള സൗകര്യം ഉണ്ട് ഈ വണ്ടിക്ക്. പിന്നെ നമുക്ക് അവിടുന്ന് പിന്നെ അന്നത്തെ സമയത്ത് അവർ ബോഡിക്ക് നമുക്ക് പൈസ കുറച്ചിട്ടാണ് തന്നെ. ഇപ്പൊ എങ്ങനെയാണെന്ന് അറിയില്ല. ആദ്യം നമ്മളാണ് ഈ ചെറിയ വണ്ടി ആദ്യമായിട്ട് കെട്ടിയത് അവിടെ. അതുകൊണ്ടാണെന്ന് അറിയില്ല. നല്ല നല്ല പണിയാണ് അവര്. ഇതൊക്കെയാണ് കേട്ടാ ഈ കുഞ്ഞൻ ബസ്സിന്റെ വിശേഷങ്ങള്. അപ്പോൾ ഒരു പുതിയ വിശേഷങ്ങളുമായിട്ട് നമ്മൾ വീണ്ടും വരും. അതുവരേക്കും ബൈ ബൈ.